മൈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ദാൽ കറിയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു കപ്പ് പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പ്, അത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കണം. ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ശേഷം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം, പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം മതി കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കുക്കർ അടച്ച് വെക്കുക. ഒരു 3-4 വിസിൽ, അത്രയും മതി. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അങ്ങനെ പരിപ്പ് വെന്തിട്ടുണ്ട്, നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു 4 വിസിലാണ് ഞാൻ അടിച്ചത് കേട്ടോ. നല്ലോണം ഈ പരുവത്തിലാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, കൂടുതൽ ഇടുന്നില്ല. കാരണം പരിപ്പ് ഓൾറെഡി നല്ലോണം ഉടഞ്ഞതാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ആക്കുക. ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. രാത്രിയൊക്കെ എവിടെയെങ്കിലും പോയി വന്നാലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ. ചപ്പാത്തിക്കും റൊട്ടിയുടെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കറിയാണ്, ഇതാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അതിന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നല്ലോണം ഇത് നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് കുറച്ച് കട്ടിയിലാണ്. അതുകൊണ്ട് നല്ലോണം ചോറിന് ഒഴിച്ച് കഴിക്കുമ്പോൾ കുറച്ച് കറി വേണം. ചപ്പാത്തിക്കാകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കുക്കറിലിട്ട് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പരിപാടി ചെയ്യും. അങ്ങനെ ഇത് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ആഡ് ചെയ്ത് ഈ കറി അങ്ങോട്ടേക്ക് ഒഴിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വളരെ പച്ചക്കറി വെജിറ്റേറിയൻസിനൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ.